ഞാൻ എബിൻ കോലടി. ARK വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു തയ്യൽ മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന് പഠിച്ചു. അതുപോലെ ടൈലറിങ്ങിൻ്റെ ബാലപാഠങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ അതേ ഷെഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ അതേ തയ്യൽ മെഷീൻ്റെ അടുത്ത് അതേ ഷെഡിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വിദ്യ കൊണ്ട് നമുക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഈ കൊറോണ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാധനമാണ് മാസ്ക്. അപ്പോൾ ഒരു ട്രിപ്പിൾ ലെയർ മാസ്ക് സിമ്പിളായി എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സാധാരണ കഴുകി റീയൂസ് ചെയ്യാവുന്നതും അല്ലാത്തതുമായ മാസ്കുകൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. എന്നാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ റീയൂസ് ചെയ്യാവുന്ന മാസ്കുകൾ നമുക്ക് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മെഷീനിലെ സംഭവങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരെയും കാണിച്ചു തന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒന്നുകൂടെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇനി നമ്മൾ ഈ മാസ്ക് നിർമ്മിക്കാനുള്ള ക്ലോത്ത് തുണി അത് തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ വൈറ്റ് കളറാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് കളറുള്ള തുണി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് തുണിയിൽ നമ്മൾ ആ മാസ്കിൻ്റെ ഷേപ്പ് വരച്ച് 3 ലെയർ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ലെയറിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ വരച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി ഇതുപോലെ 2 എണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പം 2 എണ്ണം കൂടെ നമുക്ക് റെഡിയാക്കാം.
2, 3 3 ലെയറുകൾ റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഈ പല ആളുകളുടെയും ഫേസിൻ്റെ സൈസൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ സാധാരണ ഒരു തുണി വള്ളിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിഞ്ഞു നിൽക്കുകയില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇലാസ്റ്റിക്കാണ് ഇതിൻ്റെ വള്ളിക്ക് നല്ലത്. അതുകൊണ്ട് ഒരു ഇലാസ്റ്റിക് കൂടി നമുക്കെടുക്കാം. സാധാരണ മാസ്കിനൊക്കെ ഇത്തരം ഇലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മളിത് 3 ലെയറുകളും കൂടെ കൂട്ടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം അത് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തേക്കുകയാണ്. ടു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഇലാസ്റ്റിക് നമുക്ക് ഒന്ന് ചേർക്കേണ്ടതുണ്ട്. അതായത് കൂട്ടി തയ്ക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്തായി നമുക്ക് മാസ്കിൻ്റെ 2 സൈഡിലും നമുക്ക് ഈ വള്ളി പിടിപ്പിക്കേണ്ടതുണ്ട്.
അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പിൾ ലെയർ മാസ്ക് നിർമ്മിച്ചിരിക്കുകയാണ്. വളരെ ഈസിയായി വരുന്ന ഒരു ട്രിപ്പിൾ ലെയർ മാസ്ക്. അതും ഒരു വൈറ്റ് കോട്ടൺ മാസ്ക് ആണ്. അത് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാവുന്ന ടൈപ്പ് മാസ്ക് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായി നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇത് എങ്ങനെ നിർമ്മിക്കും, മെഷീനിലുള്ള അത് മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കും, മെഷീനിലുള്ള പണികളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് മാസ്ക്. ഇതിലൂടെ എളുപ്പത്തിൽ ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റും. ബ്രീത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കട്ടി കുറഞ്ഞ സൈസ് തുണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉപകാരപ്രദവും രസകരവുമായ കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിനുള്ള നന്ദി എല്ലാവരോടും രേഖപ്പെടുത്തുന്നത്.